സോ എന്താണ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ മൈൻഡ് മാപ്പ് ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഐഡിയാസ്. മൈൻഡ് മാപ്പ് ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഓർഗനൈസ്ഡ് അറൌണ്ട് എ സെൻട്രൽ ഐഡിയ ഓർ ടോപ്പിക് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറ്റെല്ലാ പോയിന്റ്സുകളും അതിനോട് ചേർത്ത് തന്നെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ഒരു 4 മെയിൻ ഹെഡിങ്ങുകൾ ഉണ്ടെന്ന് വിചാരിക്കാം മൈൻഡ് മാപ്പിന്. അത് കൊളാബറേഷൻസ്, ബെനിഫിറ്റ്സ്, പ്ലാനിങ്, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഓരോ പോയിന്റിന്റെ അണ്ടറിലും സബ് പോയിന്റ്സുകൾ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോജക്ട്സ്, ഗോൾസ്, സ്ട്രാറ്റജീസ്. അത് ഏതിന്റെ അണ്ടറിൽ? പ്ലാനിങ്ങിന്റെ അണ്ടറിൽ. ക്രിയേറ്റിവിറ്റിന്റെ അണ്ടറിൽ ഐഡിയാസ്, ഇന്നോവേഷൻസ്, തോട്ട്സ്. പ്രൊഡക്ടിവിറ്റിന്റെ അണ്ടറിലും മോർ എഫിഷ്യന്റ്, ഇൻറ്റ്യൂറ്റീവ്. ദെൻ കൊളാബറേഷൻസിന്റെ അണ്ടറിൽ ടീം വർക്ക്, ഷെയറിങ്, കൊളീഗ്സ്. അങ്ങനെ ഈ ഒരു പിക്ചർ, അതായത് മൈൻഡ് മാപ്പ് എന്നതിനെ കുറിച്ച്, എന്താണ് മൈൻഡ് മാപ്പ് എന്നതിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്കിംഗ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആസ്പെക്ടിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്കിംഗ് നമുക്ക് നടത്താൻ കഴിയുന്നു. അത്തരത്തിൽ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ കണ്ടന്റ്, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് പേജിന്റെ മെയിൻ പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ അണ്ടറുള്ള സബ് പോയിന്റ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നു. അതിന്റെയും അണ്ടറുള്ള സബ് പോയിന്റ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ലുക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് ടൂൾ ഫോർ ബ്രെയിൻ സ്റ്റോമിംഗ്, നോട്ട് ടേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രത്യേകമായിട്ടുള്ള അജണ്ടകൾ ഒന്നുമില്ലാതെ എന്തെങ്കിലും ഒരു തോട്ട് കുട്ടികളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് ലിമിറ്റുകൾ ഇല്ലാതെ ചിന്തിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അഥവാ കുട്ടികളിലേക്ക് തലച്ചോറിൽ ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കണം. അതായത് ക്രിയേറ്റിവിറ്റി കൂടണമെങ്കിൽ പലതരത്തിലുള്ള ചിന്തകൾ വരികയും അതിനെ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിനുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്, ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, നോട്ട് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ സിനിമകളിലൊക്കെ കാണാം, ഒരു ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബോർഡിലൊക്കെ ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് അതിനോട് പിന്നെ പിന്നെ നൂല് കെട്ടി അടുത്തത് അതെന്ന് പറഞ്ഞിട്ട് ആ ചാർട്ട് ഒക്കെ ഇട്ടൊക്കെ. അപ്പോൾ അതൊരു മൈൻഡ് മാപ്പാണ്. അതൊരു വിഷ്വൽ ഇമ്പാക്ട് അതിനുണ്ടാക്കും. അത് ഒന്നിനോട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നൊക്കെ ഒരു വിഷ്വൽ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്, മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് AALM എന്നുള്ളതാണ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. എന്താണ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്? ഈസ് ഡിസൈൻഡ് ടു എൻഗേജ് എ സ്റ്റുഡൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. കുട്ടികളിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡാണെന്ന് പറയുന്നത് AALM, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് അപ്ലൈ പ്രീവിയസ് ആൻഡ് ന്യൂ നോളജ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. പുതിയ നോളജും പഴയ നോളജും ഇപ്പോഴുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളിൽ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന രീതിയാണെന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഏതൊരു കാര്യത്തിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും അതിന്റെ സജഷൻസും കണ്ടെത്തിക്കൊണ്ട് പഠിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അതിലൊരു ക്രിയേറ്റീവ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്, അതുകൂടാതെ തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സജഷൻസ് അല്ലെങ്കിൽ റെമഡിയൽസ് എന്താണെന്ന് ഈ ഒരു ഡയമെൻഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികൾ ഉണ്ടാവുക എന്നതാണ്. ഇറ്റ് എംഫസിസ് ഓൺ ദി ഹയർ ഓർഡർ ലേണിംഗ് പ്രോസസ്. ഇതൊരു ഹയർ ഓർഡർ ലേണിംഗ് പ്രോസസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികൾ ഉണ്ടാക്കണമെങ്കിൽ അത് ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ്സ് കാണണം, അതിന്റെ പോസിറ്റീവ്സ് കാണണം. മാത്രമല്ല നെഗറ്റീവ്സിൽ ഉടക്കി നിൽക്കാതെ അതിന്റെ റെമഡിയൽസിലേക്ക്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കുട്ടികൾ പോകണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവർ ഒരു ഹയർ ലെവലിലേക്ക് പോവുക. അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും? പോസിറ്റീവ്സിൽ മാത്രം മുടക്കി നിൽക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്സിൽ മാത്രം മുടക്കി നിൽക്കും, പിന്നെ അതിന് അങ്ങോട്ട് പോകില്ല. അതല്ല വേണ്ടത്, നമ്മൾ റെമഡിയൽസിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം സൊല്യൂഷനിലേക്ക് പോകണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്?
ഇത് യൂസ്ഫുൾ ആകുന്ന കുട്ടികൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ചില ഫോംസുകളാണ് കേസ് ബേസ്ഡ് ലേണിംഗ്, ഓർ സിനാറിയോ ബേസ്ഡ് ലേണിംഗ്, ടീം ബേസ്ഡ് ലേണിംഗ്, അതേപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഇങ്ങനെ 3 ഫോമുലകളിലൂടെ ഈ ഒരു അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പം ഈ ഒരു വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം, എലാബറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്താണെന്നുള്ളത്. അതിന് അണ്ടറിൽ വരുന്ന ഫോംസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊക്കെയാണ്: കേസ് ബേസ്ഡ് ലേണിംഗ്, സിനാറിയോ ബേസ്ഡ് ലേണിംഗ്, ആൻഡ് ടീം ബേസ്ഡ് ലേണിംഗ്, TBL എന്ന് പറയും, ലാസ്റ്റ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഇത്രയുമാണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗിന്റെ മെത്തേഡിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടത്.